എല്ലാ സർക്കാരുകളോടും കേരളത്തിലെ ജനങ്ങൾക്ക് എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷെ ജനം വെറുക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി സർക്കാർ മാറി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവര് കാണിച്ച വർഗീയതയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയത, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ വർഗീയത. ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, കൊണ്ടു നടന്ന പല ആളുകളും ഈ വർഗീയത ആളിക്കെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. വർഗീയത ബി.ജെ.പിയുടെ അതേ അജണ്ടയാണ് CPM ഉണ്ടാക്കിയത്. ബി.ജെ.പി ഒരു വർഗീയ ഫാസിസ്റ്റ് കക്ഷിയാണ്. അവര് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കിക്കാൻ ശ്രമിച്ചപ്പോൾ CPM അതേ പാതയിലൂടെ സഞ്ചരിച്ചു. ഇന്ന് ബി.ജെ.പിക്ക് ഏതെങ്കിലും സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം CPM കളിച്ച ഈ ഭൂരിപക്ഷ വർഗീയ പ്രീണനമാണ്. അതിന്റെ ഗുണഭോക്താവ് CPM ആയിരുന്നില്ല, ബി.ജെ.പി ആയിരുന്നു. ഞങ്ങൾ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയതാണ്. 1987 EMS നമ്പൂതിരിപ്പാട് എടുത്ത തന്ത്രം 2025-ലും 26-ലും വിലപ്പോയില്ല. അദ്ദേഹത്തിന്റെ 87-ലെ തന്ത്രത്തിനന്ന് ഗുണമുണ്ടായി. ഇന്ന് അതല്ല. ഇന്ന് അതിന്റെ ഗുണഭോക്തായി മാറുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളായിരിക്കും എന്ന UDFന്റെ മുന്നറിയിപ്പിന് അടിവരയിടുന്ന സംഭവം കൂടിയാണ് ഉണ്ടായത്.